ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പഴം കൊണ്ടുള്ള ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് പഴമാണ്. ഇതിപ്പോൾ റോബസ്റ്റ പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റോബസ്റ്റ പഴം കുറച്ച് ചെറിയ സൈസാണ്, അതുകൊണ്ട് ഞാൻ 5 എണ്ണം എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മീഡിയം സൈസിലുള്ള റോബസ്റ്റ പഴമാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതി. അതുപോലെ നേന്ത്രക്കായ എടുക്കുന്നുണ്ടെങ്കിലും 4 എണ്ണം എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അങ്ങനെ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണമെന്നില്ല, ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി. പിന്നെ ചെറുപഴം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 6 7 ഒക്കെ എടുത്താൽ മതി. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാട്ടോ. ഏത് പഴമാണെങ്കിലും ഇതുപോലെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സിയിലെടുക്കുമ്പോൾ പേസ്റ്റ് പരുവത്തിലായിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പീസസ് ഉണ്ടെങ്കിൽ ഇതിൽ ഒന്ന് ചെറുതാക്കിയിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് മാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാര ആദ്യം ഇതുപോലെ ഒന്ന് അലിയിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് 1/2 കപ്പ് പഞ്ചസാര തന്നെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പഴം ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് വേണമെങ്കിലും പഞ്ചസാര ചേർത്തിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര അലിഞ്ഞ് കിട്ടും നമ്മൾ പഴം മാഷ് ചെയ്തെടുക്കുന്ന സമയത്ത്. ഇതിപ്പോൾ അങ്ങനെ നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മളിതിലോട്ട് ഇനി മൈദയും ഓരോന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് വന്നോളും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് മൈദയാണ്. ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാം ഇതിലോട്ട് എത്രയാണ് മൈദ വേണ്ടതെന്ന്. അപ്പോൾ ഇത് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലോട്ട് മൊത്തത്തിൽ 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വടിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റ് കപ്പിൽ. അപ്പോൾ 2 കപ്പ് മൈദ പോരാ എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ 2 കപ്പും 2 ടേബിൾ സ്പൂൺ മൈദയുമാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ സൈസിൽ അത് വ്യത്യാസം വരും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് നുള്ളി എടുത്തിടാൻ പറ്റണം, ആ ഒരു രീതിയിലാണ്. അല്ലാതെ ഒഴിച്ച് കൊടുക്കുന്ന പരുവമല്ല. കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ വാരി എണ്ണയിലോട്ട് ഗോളി ബജിയൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് വലിയ പണിയൊന്നുമില്ല, നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ മൊത്തത്തിൽ. പിന്നെ അതുപോലെ ഇത് അങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ ഒരു ഗോളി ബജ് ആ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ കഴിക്കുമ്പോൾ ഇത് ഫുള്ള് ടേസ്റ്റ് ഡിഫറെൻ്റാണ്. പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രീതിയിലല്ലല്ലോ. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഗോളി ബജി എന്നൊക്കെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ പെട്ടെന്ന് തോന്നിപ്പോവുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പഴംപൊരി ഉണ്ടാക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഗോളി ബജി ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി, ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ചൂടുണ്ട്, ചൂടാറിയിട്ടില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഏത് പഴം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.